ഹലോ വെൽക്കം ടു റണ്ണേഴ്സ്. ഇന്നത്തെ റെസിപ്പി ലെഫ്റ്റ് ഓവർ വട വെച്ചൊരു കറിയാണ്. ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാനിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, വെളിച്ചെണ്ണയല്ല കേട്ടോ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഉലുവ പൊട്ടിക്കുകയാണ്. ഉലുവ കരിഞ്ഞു പോകാതെ നോക്കണേ. അത് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി ഇടുന്നുണ്ട്, വെളുത്തുള്ളി ഇടുന്നുണ്ട്. അതൊന്ന് മൂട്ടി വരുമ്പോൾ നമ്മൾ ചുവന്നുള്ളിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നല്ലൊരു ചുവന്നുള്ളിയാണ്. സബോള വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു 10-12 ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കശ്മീരി മുളക് പൊടിയാണ്. എരിവ് നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാം കേട്ടോ. 1/2 ടീസ്പൂൺ മതി. സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്കുള്ള ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. എന്ന് വെച്ചാൽ വടയിൽ ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ട് എപ്പോഴും ഉപ്പൊന്ന് സൂക്ഷിച്ചിടുക. ഇനി ഇത് മൂത്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 2 തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ തക്കാളി ഇതിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച്, നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് ക്ലോസ് ചെയ്ത് വേവിക്കുകയാണ് കേട്ടോ. ഈ തക്കാളി ഒന്ന് ഈ എണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്ത് വേവിക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ വടയൊന്ന് ആഡ് ചെയ്തിട്ട് വടയൊന്ന് ചൂടാവോ വേണ്ടോ. സ്മാഷ് ആവണ പോലെ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ആ വടയോടൊപ്പം ആ തക്കാളിയുടെ ഒരു സ്മോൾ ബൈറ്റ്സ് കിട്ടുമ്പോൾ പിന്നെ നേരെ ഒരു പുളിയും വടയുടെ ഒപ്പം ചേരുമ്പോൾ ഇറ്റ് ഇസ് ടേസ്റ്റി. അപ്പോൾ ഇനിയിപ്പം തുറന്ന് നോക്കാം. ഇപ്പോൾ അതുണ്ടോ, ടൊമാറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വട ഇടുകയാണ്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഗ്രേവി ആയിട്ട്, ഇതൊരു സെമി ഗ്രേവി ആണ്. ഈ വട ഇടുമ്പോൾ അതൊക്കെ അതിൽ സോക്കാവും. അപ്പോൾ ഒരു ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ചേർക്കാം. ദിസ് വിൽ ബി നൈസ് എനിവേ. ഇനിയിപ്പോൾ നമ്മൾ വട ആഡ് ചെയ്യാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഗ്രേവി ഇതിൽ ഓൾറെഡി ഈ വട അങ്ങ് ഒബ്സർവ് ചെയ്യും കേട്ടോ. ഇതൊന്ന് ക്ലോസ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ വടയൊക്കെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ആ വടയൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ആവുക വേണ്ട. ആ മസാല അതൊന്ന് പിടിക്കാനുള്ള ടൈം ഒരു 2 to 3 മിനിറ്റ്സ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മളത് മാറ്റി ഉണ്ടോ. ഇപ്പോൾ അതിലത്തെ ഇതൊക്കെ അതിൽ ഒബ്സർവ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ നുള്ളു കായപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ മല്ലിയിലയും വേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കായപ്പൊടി ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ ഇച്ചിരി സാമ്പാർ പൊടി ഇട്ടാലും നല്ലതാണ് കേട്ടോ. നമ്മൾ ഗരം മസാല അതൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് റൈസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ചുമ്മാ കഴിക്കാനും ഇറ്റ്സ് വെരി നൈസ്. അപ്പോൾ ഇതിൽ പിന്നെ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വട റീഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്യുക അതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ കഴിയുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ ഡിഷ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ. ടേക്ക് കെയർ.